റോമാലേഖന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്യുന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 99-ാമത്തെ അവതരണത്തിലാണ് റോമർക്കെതിരെ ലേഖനം. അതിൻ്റെ 5-ാം അധ്യായം. 5-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വേദഭാഗമാണ് നാം പഠനത്തിനായിട്ട് ആരംഭിക്കുന്നത്. നീതീകരിക്കപ്പെട്ടതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണ്? അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. നീതീകരിക്കപ്പെട്ടതിൻ്റെ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്? ഒരു വിധത്തിൽ നമ്മൾ മറ്റൊരു തലക്കെട്ടിൽ അവതരിപ്പിച്ചാൽ രക്ഷയുടെ ഭൂത, വർത്തമാന, ഭാവി എന്ന അവസ്ഥയിലാണ്. റോമർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. 9-ാം വാക്യം. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. 11-ാം വാക്യം. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ദൈവവിശ്വാസിയെ തീർന്ന മനുഷ്യൻ തൻ്റെ അടുക്കൽ ഇടപെടുന്ന മിഷണറിയോട് ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞു. ആ രക്ഷിക്കപ്പെട്ട വ്യക്തി പറഞ്ഞത് ഇപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ആദ്യം ഞാൻ വായിച്ചപ്പോൾ ഞാൻ യൂദയെ, പീലാത്തോസിനെ, യഹൂദന്മാരെ, പട്ടാളക്കാരെയൊക്കെ ശപിച്ചു. എന്ത് കൃത്യമാണ് അവർ ചെയ്തത്. കൂടെ നടന്നിട്ട് ചതിച്ച യൂദാസ്, പീലാത്തോസ്, യഹൂദന്മാർ, പട്ടാളക്കാർ. പക്ഷേ തുടർന്ന് ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ കർത്താവ് യേശുക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്നെ തന്നെ ശപിച്ചു. കാരണം എൻ്റെ പാപമാണ് കർത്താവ് യേശുവിനെ ക്രൂശിക്കാൻ ഇടയാക്കിയത്. എന്തൊരു വെളിച്ചമാണ്, എന്തൊരു തിരിച്ചറിവാണ്. നമ്മുടെ ഇന്നത്തെ പഠനത്തിലെ പ്രധാനപ്പെട്ട, ഇല്ലെങ്കിൽ 5 മുതൽ 6-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ 5-ാം അധ്യായത്തിലെ പഠനത്തിലെ പ്രധാന വാക്യം 5-ന്റെ 8 ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ സ്ഥാനത്ത്, നമുക്ക് പകരമായി. ആ 2 ആശയങ്ങളും ശരിയാണ്. നമുക്ക് പകരം, നമ്മുടെ സ്ഥാനത്ത്. ക്രൂസിനെക്കുറിച്ചുള്ള ദൈവിക സന്ദേശം അത് തന്നെയാണ്. നമുക്ക് വേണ്ടി, നമുക്ക് പകരമായി, നമ്മുടെ സ്ഥാനത്ത് ക്രിസ്തു മരിച്ചു. അപ്പോൾ ഈ പാഠം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തീർച്ചയായും എല്ലാവരും പറയണമെന്ന് ആഗ്രഹിക്കുന്നത്, കർത്താവ് യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയത്തിൽ നിന്ന് തിരിച്ചറിവോടുകൂടി പറയാൻ കഴിയണം. ആ ആഫ്രിക്കയിലെ മനുഷ്യൻ പറഞ്ഞതുപോലെ, ഞാനിപ്പോൾ എന്നെയാണ് ശപിച്ചത്. മനുഷ്യരായ ഞങ്ങൾ നിമിത്തമാണല്ലോ നിർമ്മലനായ നിഷ്കളങ്കനായ ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഈ പാഠത്തെ നാം രക്ഷ, ഭൂതം, വർത്തമാന, ഭാവി എന്ന പേരിൽ നാം അതിനെ തലക്കെട്ട് നൽകുകയാണ്. ഇപ്പോൾ രക്ഷയുടെ 3 അവസ്ഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ടു, അതായത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളിൽ നിന്ന് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ നാം രക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിലെത്തും. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അവിടെയുള്ള വേദഭാഗം ഇപ്രകാരമാണ്: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. റോമലേഖനം 10-ന്റെ 9-ാം വാക്യത്തിലും അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറഞ്ഞത്: യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത നീ രക്ഷിക്കപ്പെടും. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ സകല പാപങ്ങളെ ക്ഷമിച്ചപ്പം ഭൂതകാലം, കഴിഞ്ഞ കാലം. അതോടൊപ്പം തന്നെ രക്ഷയുടെ ഭാവി കാല അവസ്ഥയുണ്ട്. അത് 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ആ വിധത്തിലാണ് അവിടെ ആ വാക്യം ഉപയോഗിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 5-ന്റെ 5 ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന്, അത് ഭാവിയെക്കുറിച്ച് പറയുകയാണ്. അത് തന്നെ റോമലേഖനം 13-ന്റെ 11-ലും അതേ തരത്തിൽ തന്നെയാണ് രക്ഷയെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. റോമർ 13:11.
ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അപ്പോൾ ഭാവിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. കൂടാതെ വർത്തമാനകാലത്തിലും ഈ രക്ഷ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അവിടെ രക്ഷ എന്ന വാക്ക് ഈ വർത്തമാനകാലം, പ്രസൻറ്റ് ടെൻസ്. 1:18 ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. ഇതിന് 2 കൊരിന്ത്യർ 2:15 അതേ അർത്ഥത്തിലാണ് രക്ഷ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കൊരിന്ത്യർക്ക് ഇത് 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ, അപ്പോൾ രക്ഷിക്കപ്പെടുന്നവരുടെ എന്ന് പറയുമ്പോൾ അതാണ്. അപ്പോൾ 3 കാലങ്ങൾ രക്ഷയെക്കുറിച്ച്: ഭൂതം, വർത്തമാനം, ഭാവി. അതിനെ രത്നച്ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ഭൂതകാലത്തെക്കുറിച്ച് രക്ഷയുടെ ഭൂതകാലാവസ്ഥ, അതായത് പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ. പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ. രക്ഷയുടെ വർത്തമാന അവസ്ഥ എന്ന് പറയുന്നത് പാപത്തിൻ്റെ പ്രയോഗം, പരിശീലനത്തിൽ നിന്നുള്ള രക്ഷ, പ്രാക്ടീസ്, അതിൽ നിന്നുള്ള രക്ഷ. ഭാവി എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള രക്ഷ, അത് നമ്മുടെ സ്വർഗത്തിലെത്തുന്ന അവസ്ഥ. അപ്പം രക്ഷയുടെ 3 അവസ്ഥകളും ബൈബിളിലെ രക്ഷ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ പശ്ചാത്തലം നോക്കി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ കണ്ടു, നീതീകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഭൂതം, ഭാവി, വർത്തമാനം 3 കാര്യങ്ങൾ കണ്ടു, 3 കാലങ്ങൾ കണ്ടു. അതായത് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു ഭൂതകാലം, കൃപയിൽ നിൽക്കുന്നു വർത്തമാനകാലം, ദൈവതേജസ്സിൽ പ്രശംസിക്കുന്നു ഭാവി കാലം. അതേപോലെ തന്നെ ഇവിടെയും ആ വിഷയം, രക്ഷ എന്ന വിഷയത്തെ പൗലോസ് ഈ 3 കാലങ്ങളിലൂടെ അവതരിപ്പിക്കാൻ. ആദ്യം നമുക്ക് ഭൂതകാലാവസ്ഥയിലേക്ക് നോക്കാം. ഇപ്പോൾ രക്ഷയുടെ ഭൂതകാലാവസ്ഥയിൽ പ്രധാനപ്പെട്ട ഊന്നൽ 9 മുതൽ 11 വരെയുള്ള വാക്യത്തിലാണ്. റോമർ 5, 9 മുതൽ 11 വരെ. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം ഭൂതകാലത്തെക്കുറിച്ച് നമ്മൾ ഏതവസ്ഥയിൽ നിന്ന് ഏതവസ്ഥയിലേക്ക് വന്നു, അതിനെന്താണ് കാരണം? ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു, അത് ഭൂതകാലമാണ്. നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന്, അത് ഭൂതകാലമാണ്. നിരപ്പ് ലഭിച്ചതിന് കാരണമായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്തു. ഈ വ്യാകരണ നിയമങ്ങളെക്കുറിച്ചൊന്നും ഭാരപ്പെടേണ്ട. നമുക്ക് അവിടെ പറയുന്ന വിഷയം ശ്രദ്ധിക്കുക. അവിടെ എന്താ പറയുന്നത്? പാപത്തിൻ്റെ ഭാരത്താൽ കഴുത്തൊടിഞ്ഞ് ജീവിച്ചവരാണ് നാം. പാപത്തിൻ്റെ ശമ്പളം മരണം. എല്ലാവരും പാപം ചെയ്തു, ദൈവദേശമില്ലാത്തവരായി. റോമർ 3:23, റോമർ 6:23. പാപത്തിൻ്റെ വലിയ ഭാണ്ഡത്തിൻ്റെ കീഴിൽ കഴുത്തൊടിഞ്ഞ് യേശു കുരിശ് ചുമന്നതുപോലെ പാപത്തിൻ്റെ കീഴിൽ കിടക്കുകയാണ് നാം. പാപം നമ്മുടെ ആധിപത്യം നടത്തുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്കാണ് നമുക്കാണ് നീതീകരണം പ്രാപിച്ചത്. 5:9, 10:11 നിരപ്പ് പ്രാപിച്ചത്. നീതീകരണവും നിരപ്പ്, ഈ പാപത്താൽ കഴുത്തൊടിഞ്ഞ് പാപത്തിൻ്റെ ഭാണ്ഡത്തിൻ്റെ ഭാരത്തിൻ്റെ കീഴിൽ കിടന്ന് നമ്മെ കർത്താവ് യേശു നിരപ്പിച്ചു, ദൈവത്തോട് നമ്മെ നീതീകരിച്ചു. അപ്പോൾ കാരണക്കാരൻ യേശുവാണ്. 11-ാം വാക്യം, നമ്മുടെ കർത്താവായപ്പോൾ ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ, ഈ രക്ഷയുടെ കാരണം, നിരപ്പിൻ്റെ കാരണം, നീതീകരണത്തിൻ്റെ കാരണം യേശുവാണ്. പ്രത്യേകിച്ച് യേശുവിൻ്റെ രക്തമാണ്. രക്തം ചൊരിഞ്ഞത് മരണത്തിലാണ്. അത് 9-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും. ഇതാണ് മൊത്തത്തിലൂടെ പറയുന്നത്. പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടിന്, പാപത്തിൻ്റെ ഭാരത്തിൻ്റെ കീഴിൽ വീണ് കിടക്കുന്ന മനുഷ്യൻ സ്വയം കഴുത്ത് പൊക്കാൻ മേല, തല പൊക്കാൻ മേല. അവൾ ദൈവം നീതീകരിച്ചു, ദൈവത്തോട് നിരപ്പിച്ചു ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ. ക്രിസ്തുവിൻ്റെ രക്തം ക്രൂസിൽ ചൊരിഞ്ഞു. അപ്പോൾ ഇവിടെ തുടർന്നത് 6 മുതൽ 8 വരെ വാക്യം ഒന്നുകൂടെ നമുക്ക് ചിന്തിക്കാം പുറകോട്ട്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുല്യമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഈ 3 വാക്യങ്ങൾ 6, 7, 8 തിരുവെഴുത്തിലെ ദൈവസ്നേഹത്തെക്കുറിച്ച് ഉദാത്തമായി പറയുന്ന 3 വാക്യങ്ങളാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, ശ്രേഷ്ഠത, ഉദാത്തമായ അതിൻ്റെ പരിശുദ്ധി. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ കൂടാതെയുള്ള മനുഷ്യവർഗത്തിൻ്റെ ആത്മീക അവസ്ഥ, ക്രിസ്തുവിനെ കൂടാതെയുള്ള മനുഷ്യൻ്റെ ആത്മീക നില എന്താണ് എന്ന് കാണിച്ചു തരുന്നു. 4 അവസ്ഥകളാണ് അവതരിപ്പിക്കുന്നത്. ആദ്യമായി 6-ാമത്തെ വാക്യത്തിൽ അവതരിപ്പിക്കുന്ന അവസ്ഥ ബലഹീനർ. ക്രിസ്തുവിനെ കൂടാതെയുള്ള മനുഷ്യൻ്റെ ആത്മീക അവസ്ഥയാണ്. എത്രയൊക്കെ വേഷം കെട്ടുകൾ ലോകത്ത് നടന്നാലും ക്രിസ്തുവില്ലാത്ത മനുഷ്യൻ്റെ അവസ്ഥ, അവൻ ബലഹീനനാണ്. ശരിക്കും എൻ്റെ യവന ഭാഷ പ്രകാരം രോഗബാധിതനാണ്, അസുഖം ബാധിച്ചവനാണ്. ശരീരം മുഴുവൻ രോഗം കൊണ്ട് ബാധിച്ച് വൈകല്യങ്ങൾ നിറഞ്ഞ് ക്ഷീണിതനായ കഴിവില്ലാത്ത അവസ്ഥയാണ്.
ക്രിസ്തുവിനെ കൂടാതെ മനുഷ്യൻ്റെ അവസ്ഥ. പാപമെന്ന മഹാരോഗം, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായം, തല മുതൽ കാല് വരെ രോഗബാധ, പഴുപ്പും വ്രണവും മാത്രം നിറഞ്ഞൊരവസ്ഥ. ജീവിതം മുഴുവൻ ഈ രോഗം കാർന്ന് തിന്നുന്ന അവസ്ഥ. പാപം കാർന്ന് തിന്നുന്ന ജീവിതങ്ങളാണ് ക്രിസ്തുവിനെ കൂടാതെ ജീവിതങ്ങൾ. ഈ ദീനം അതീവ ഗുരുതരമാണ്. ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തിയില്ലെങ്കിൽ ഈ ദീനം അതീവ ഗുരുതരമായ അവസ്ഥയാണ്. പണ്ടിങ്ങനെ ഒരു പരസ്യവാചകമുണ്ട്, സ്വയം സഹായിക്കുന്നവരെ ദൈവവും സഹായിക്കും. അല്ല, നമ്മൾ തന്നെ അധ്വാനിച്ച് എന്തെങ്കിലും മാർഗം കണ്ടെത്താൻ ശ്രമിച്ചാൽ ദൈവവും ബാക്കി ചെയ്യും. താൻ പാതി ദൈവം പാതി. വചനപ്രകാരം തെറ്റാണ്. റോമലേഖനം 5:6 വചനത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ സത്യം എന്താണ്? ദൈവം പറയുന്നത്, സ്വയം സഹായിക്കാൻ കഴിയാത്തവരെ ദൈവം സഹായിക്കും. നാം ബലഹീനരാണ്, ബലമില്ല, എഴുന്നേക്കാൻ ബലമില്ല. അങ്ങനെയുള്ളവരെയാണ് ദൈവം സഹായിച്ചത്. അപ്പോൾ ക്രിസ്തുവിനെ കൂടാതെ മനുഷ്യർ നിസ്സഹായരാണ്, നഷ്ടപ്പെട്ടവരാണ്, ബലഹീനരാണ്. ഇപ്പോൾ ഈ ബലഹീന അവസ്ഥയിൽ കിടക്കുന്ന ലോകം, ഇവിടെയാണ് അടുത്ത വാക്ക് പറയുന്നത്, തക്ക സമയത്ത്. ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. തക്ക സമയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി നിർണയവും സംഭവിക്കേണ്ട സമയം. ഗലാത്യലേഖനം 4:4 കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിയോഗിച്ചയച്ചെന്ന് പറയുന്ന പോലെ കാലസമ്പൂർണത, കൃത്യസമയം, അയക്കേണ്ട സമയം. ഇവിടെ തക്ക സമയം. തക്ക സമയത്താണ് ക്രിസ്തുവിൻ്റെ മരണം. ഇതിന് വേറെ അർത്ഥം കൂടെ നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിരുന്ന, ഇനി ഒട്ടും തല ഉയർത്താൻ പൊങ്ങുവാൻ കഴിയാത്ത നിസ്സഹായതയുടെ മടിത്തട്ടിൽ തകർന്നടിഞ്ഞ് വീണ് കിടന്ന ദൈവത്തിൻ്റെ സഹായം ഏറ്റവും അധികം ആവശ്യമായ സമയം. ഈ രണ്ടർത്ഥവും ശരിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരവും നമ്മുടെ ഏറ്റവും ബലഹീന സമയവും. അപ്പോൾ നമ്മൾ ഏറ്റവും കൃത്യമായ സമയത്ത്, നമ്മുടെ പാപത്തിൽ കിടക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം, നിർണയപ്രകാരം ക്രിസ്തു മരിച്ചു. ആർക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്? അടുത്ത മനുഷ്യൻ്റെ അവസ്ഥ അവിടെ അവതരിപ്പിക്കും. അഭക്തർക്ക് വേണ്ടി. ക്രിസ്തുവിനെ കൂടാതെയുള്ള മനുഷ്യൻ്റെ രണ്ടാമത്തെ അവസ്ഥ വിവരിക്കുമ്പോൾ അഭക്തർ എന്ന വാക്ക് വരുമ്പോൾ അത് ഉദ്ദേശിക്കുന്നതും മനുഷ്യൻ്റെ ആത്മീയ അവസ്ഥയാണ്. കാരണം അഭക്തർ എന്ന വാക്കെന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഒരു ബഹുമാനവുമില്ലാത്ത, ദൈവത്തിൻ്റെ വിശുദ്ധിയോ പരിശുദ്ധിയോ ഒന്നും മാനിക്കാത്ത, പുച്ഛിക്കുന്ന, അവഹേളിക്കുന്ന, ബഹുമാനിക്കാത്ത, ദൈവത്തിന് കൊടുക്കേണ്ട മാനവും മഹത്വം കൊടുക്കാൻ തയ്യാറാകാത്ത, ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകാത്ത, ദൈവത്തെ കളിയാക്കുന്ന, അപമാനിക്കുന്ന, ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ പോലും അപമാനിക്കുന്ന തരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ അവസ്ഥയാണ് അഭക്തൻ. ഭക്തിയിൽ നിന്ന് അകന്നു പോയവൻ, ഭക്തിയില്ലാത്തവൻ. ഒരുപക്ഷെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ആ ഗണത്തിൽ പെടില്ല എന്ന്. പക്ഷെ ശരിക്കും 6ഉം 8ഉം വാക്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച് നോക്കണം. 6ാം വാക്യത്തിൽ പറഞ്ഞ്, നാം ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. 8ാമത്തെ വാക്യത്തിൽ പാപികൾക്ക് വേണ്ടി മരിച്ചു. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയും. അപ്പോൾ അഭക്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. 6ഉം 8 വാക്യം ഒരുമിച്ച് ചിന്തിച്ചാൽ മതി. അഭക്തർ നമുക്ക് വേണ്ടി മരിച്ചു, അഭക്തർക്ക് വേണ്ടി മരിച്ചു. 2 വാക്കുകളിലൂടെയുണ്ട് നമ്മുടെ അവസ്ഥയെ കാണിച്ചത്. 2 വാക്കുകൾ. മറ്റൊരു വാക്കെന്ന് പറയുന്നത്, പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു, പാപികൾക്ക് വേണ്ടി മരിച്ചു. 8ാമത്തെ വാക്ക്, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി മരിച്ചു. പാപി എന്ന വാക്ക് യവന ഭാഷയിൽ ഹമാർട്ടിയ എന്ന യവന വാക്കാണ്. ലക്ഷ്യം തെറ്റി. അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ദൈവം ആഗ്രഹിച്ച നിലവാരത്തിൽ നിന്ന് താഴെപ്പോയ, പരാജയം സംഭവിച്ച തോറ്റ മനുഷ്യൻ. തോറ്റുപോയി, ലക്ഷ്യം തെറ്റി, മത്സരത്തിൽ നിന്ന് പുറത്തായിപ്പോയി, പരാജയം സംഭവിച്ച മനുഷ്യൻ. ദൈവം ആഗ്രഹിച്ച വെച്ച നിലവാരത്തിൽ ജീവിക്കാൻ കഴിയാതെ തോറ്റുപോയ മനുഷ്യൻ. അതാണ് പാപി. 4ാമത്തെ അവസ്ഥ എന്താണ്? 10ാമത്തെ വാക്യം ശക്തമായൊരു വാക്കാണ്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ. ശത്രുക്കൾ എന്ന് ശക്തമായൊരു വാക്കാണ്. ശത്രു എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിൽ അല്പം വീഴ്ച വന്ന ഒരു മനുഷ്യനല്ല, എതിർ ക്യാമ്പിലുള്ള മനുഷ്യൻ, എതിർവശത്ത് നിൽക്കുന്ന മനുഷ്യൻ, അനുകൂലമല്ലാത്തവൻ, എങ്ങനെയെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ, കൊല്ലാൻ വേണ്ടി തക്കം പാർത്തിരുന്ന് പ്രവർത്തിക്കുന്നവൻ. ഇതാണ് മനുഷ്യൻ. ദൈവത്തെ നശിപ്പിക്കാൻ, അപമാനിക്കാൻ, കളിയാക്കാൻ, ഉപദ്രവിക്കാൻ ശത്രുക്കളായിരിക്കുമ്പോൾ, അല്പം പരിഷ്കാരം, പുരോഗമനം മാത്രം ആവശ്യമുള്ളൊരവസ്ഥ എന്ന അർത്ഥത്തിലല്ല. നിസ്സഹായൻ മാത്രമല്ല, മനുഷ്യർ ശത്രുക്കളാണ് ദൈവത്തിൻ്റെ, ഒരുപക്ഷെ വിരോധികളാണ്. റോമലേഖനം 8:7 ഈ പ്രയോഗം വായിക്കാം. റോമർ 8:7, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം,
അവിടെയും പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ് അവിടെ പറയുന്നത്. കൊലോസ്യർ 1:21 മുമ്പേ ദുഷ്പ്രവർത്തികൾ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങൾ. അപ്പോൾ ഒരിടത്ത് മാത്രമല്ല, ശത്രുക്കൾ എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ്. ഒരു മൃഗം, മുറിവേറ്റൊരു മൃഗത്തെ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി പിടിച്ചാൽ അത് വിട്ടുതരില്ല. നമ്മളെ മാന്തും, കടിക്കും, ഉപദ്രവിക്കും. അവസരം മയക്കമരുന്ന് വെടിവെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ മൃഗത്തെ സഹായിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ഉപദ്രവിക്കും. അത് മനുഷ്യ ദൈവത്തോട് അങ്ങനെയായിരുന്നു. അപ്പോൾ ഏതൊക്കെ വാക്കുകളാണ് നമ്മുടെ അവസ്ഥ? ക്രിസ്തുവിനെ കൂടാതെ ബലഹീനർ, അഭക്തർ, പാപികൾ, ശത്രുക്കൾ. ഇത് അഭിനന്ദനത്തിൻ്റെ വാക്കുകളല്ല, പ്രശംസയുടെ വാക്കുകളല്ല, നല്ല വാക്കുകളുമല്ല. എന്നിട്ടും ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. എന്തുകൊണ്ട്? ദൈവം ആര് എന്നുള്ളത് കൊണ്ട്. നമ്മുടെ അവസ്ഥയല്ല അത്, നമ്മൾ എന്തെന്ന് കണ്ടിട്ടല്ല. ദൈവം ആര് എന്നുള്ളത് കൊണ്ട്. ദൈവസ്നേഹവാനാണ്, പരിശുദ്ധനും നിർമ്മലമാണ്. അപ്പോൾ നൽകുന്ന ദാനം നൽകിത്തരുന്ന വ്യക്തിക്ക് വളരെയധികം വിലയുള്ളതാണെങ്കിൽ, അതോടൊപ്പം സ്വീകരിക്കുന്ന വ്യക്തി ഗുണഭോക്താവിന് ഒരു അർഹത യോഗ്യതയുമില്ല എങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് സ്നേഹം മാത്രമാണ്. ഈ ദാനം ലഭിച്ച നമുക്ക് ഗുണഭോക്താവാണ്, ദാനം സ്വീകരിച്ചാണ്, നമുക്ക് ഒരു അർഹതയുമില്ല, യോഗ്യതയില്ല. അത് ശത്രുക്കൾ, അഭക്തർ, ബലഹീനർ, പാപികൾ. ഇങ്ങനെയുള്ള നമുക്കാണ് ഈ വലിയ ദാനം. സ്വന്തം പുത്രനെന്ന ദാനം നൽകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒറ്റ വികാരമേ ഉള്ളൂ, സ്നേഹം. അപ്പോൾ ഈ ഒരു മാനദണ്ഡം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ക്രിസ്തുവിലൂടെയുള്ള സ്നേഹം വളരെ ഉദാത്തമാണ്, നിസ്തുലമാണ്, അനുപമമാണ്, ചിന്തകൾക്ക് അതീതമാണ്. ഈ സ്നേഹമാണ് നമുക്ക് നൽകിയത്. നമ്മുടെ രക്ഷയുടെ പിന്നിലുള്ളത് ഈ സ്നേഹമാണ്. തുടർന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കുന്നതാണ് കൂടുതൽ ആഴങ്ങളിലേക്ക് ഈ വാക്കുകൾ തന്നെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടി. ക്രിസ്തുവിനെ കൂടാതെ നമ്മൾ എന്തായിരുന്നു? അതെപ്പോഴും മറക്കാതിരിക്കണം. ക്രിസ്തുവിനെ കൂടെ നമ്മൾ ആരായിരുന്നു? ബലഹീന, രോഗം ബാധിച്ച്, യാതൊരു ബഹുമാനവും സ്നേഹവും വിശുദ്ധി ദൈവത്തോടില്ലാതെ, അഭക്തർ, പാപികൾ, പരാജയപ്പെട്ടവർ, കൂടാതെ എതിർവശത്ത് എതിർ ക്യാമ്പിൽ നിൽക്കുന്ന ശത്രുക്കൾ. അങ്ങനെയുള്ള നമ്മയാണ് നീതീകരിച്ച്, നിരപ്പിച്ച്, മക്കളാക്കി, രക്ഷിച്ച്, കഴുകി, വെടിപ്പാക്കി അവൻ്റെ കുടുംബത്തിൽ ചേർത്തത്. നമുക്ക് ജീവിതത്തെക്കുറിച്ചൊരു ശരിയായൊരു കാഴ്ചപ്പാട് വേണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് കർത്താവ് യേശുവിനെക്കുറിച്ച്, ദൈവ സ്നേഹത്തെക്കുറിച്ച് കൃത്യസമയത്ത്, തക്ക സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു. ദൈവനെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തോടും ദൈവം ഇന്നുവരെ ക്രിസ്തുവിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇടപെടുകയാണ് ദൈവം. മറുപടി പറയണം, പ്രതികരിക്കണം, വചനമനുസരിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് അവൻ്റെ മക്കളാകണം. ദൈവം നിങ്ങളെ സഹായികളെ തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.